ഹലോ കുട്ടികളെ, വളപട്ടണം പുഴയുടെ തീരത്തുള്ള പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അമ്പലത്തെപ്പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? ഈ മുത്തപ്പനെ പറ്റി ധാരാളം കഥകൾ പ്രചാരത്തിലുണ്ട്. അങ്ങനെയുള്ള ഒരു ഐതിഹ്യ കഥ ഇന്ന് നമുക്ക് കേൾക്കാം. കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിനടുത്ത് അയ്യങ്കരയപ്പൻ എന്നൊരു നാടുവാഴിയായ ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. പാടിക്കുട്ടിയമ്മ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര്. കുട്ടികളില്ലാതിരുന്ന അവർ കുട്ടിയുണ്ടാവണമെന്ന ആഗ്രഹത്തോടെ പല പല ക്ഷേത്രങ്ങളിലും തീർത്ഥാടനത്തിന് പോയി. അങ്ങനെ അവർ കൊട്ടിയൂരമ്പലത്തിലും എത്തി. കുളി കഴിഞ്ഞ് അമ്പലത്തിൽ പോകാമെന്ന് കരുതി കുളിക്കാൻ കുളത്തിലേക്ക് പോയ അവർ അവിടെ വെച്ച് ഒരു ചെറിയ കുട്ടിയുടെ കരച്ചിൽ കേട്ടു. കരച്ചിൽ കേട്ട ദിക്കിലേക്ക് നടന്ന അവർ പുഴക്കരയിലെ മണലിൽ കൈകാലിട്ടടിച്ച് കരയുന്ന ഒരു കൊച്ചു കുഞ്ഞിനെയാണ് കണ്ടത്. കുഞ്ഞിൻ്റെ അടുത്ത് ആരെയും കണ്ടില്ല. അതുകൊണ്ട് അവർ കൊട്ടിയൂർ ഭഗവാൻ തങ്ങൾക്ക് തന്ന കുഞ്ഞാണത് എന്ന് കരുതി ആ കുട്ടിയെ തങ്ങളുടെ കുട്ടിയായി സ്വീകരിച്ചു. അവർ കുട്ടിയെ അവരുടെ വീട്ടിൽ കൊണ്ടുപോയി വളർത്താൻ തുടങ്ങി. വളർന്ന് വലുതായതോടെ ആ കുട്ടി എപ്പോഴും അമ്പും വില്ലും ഒക്കെയായിട്ട് കാട്ടിൽ പോവാൻ തുടങ്ങി. അക്കാലത്ത് ബ്രാഹ്മണരുടെ കുടുംബങ്ങളിലെ രീതികൾക്ക് അനുസരിച്ചായിരുന്നില്ല ആ കുട്ടി പെരുമാറിയിരുന്നത്. ജാതി സമ്പ്രദായം നിലനിന്നിരുന്ന ആ കാലത്ത് താഴ്ന്ന ജാതികളിലെ ആളുകളുമായി ഈ കുട്ടിയുടെയുള്ള ചങ്ങാത്തം കുട്ടിയുടെ അച്ഛനമ്മമാരെ വല്ലാതെ വിഷമിപ്പിച്ചു. തങ്ങളുടെ രീതികൾക്കനുസരിച്ച് അവർ മകനെ വളർത്താൻ ശ്രമിച്ചെങ്കിലും ആ കുട്ടി അതിനൊന്നും കൂട്ടാക്കിയില്ല. ഒടുക്കം ആ കുട്ടി അമ്പും വില്ലുമെല്ലാം ധരിച്ച് തീക്ഷ്ണതയേറിയ കണ്ണുകളോട് കൂടിയ തൻ്റെ യഥാർത്ഥ രൂപം തൻ്റെ വളർത്തച്ഛനെയും അമ്മയെയും കാണിച്ചു കൊടുത്തു. തൻ്റെ മകൻ ഒരു സാധാരണ കുട്ടിയല്ല എന്ന് അതോടെ അവർക്ക് മനസ്സിലായി. ഈശ്വരൻ്റെ ഒരു അവതാരം തന്നെയാണ് ആ കുട്ടിയെന്ന് അവർ മനസ്സിലാക്കി. ആ കുട്ടി തൻ്റെ വീട് ഉപേക്ഷിച്ച് തൻ്റെ വളർത്തച്ഛനെയും അമ്മയെയുമെല്ലാം അനുഗ്രഹിച്ച ശേഷം കാട്ടിലേക്ക് പോയി. അവിടെ അങ്ങനെ താമസം തുടങ്ങി. കാട്ടിലൂടെ യാത്ര ചെയ്ത് ആ കുട്ടി കുന്നത്തൂരെത്തി. ആ സ്ഥലത്തിൻ്റെ ഭംഗിയൊക്കെ കണ്ടപ്പോൾ ആ കുട്ടി അവിടെ താമസിക്കാൻ കുറേ കാലമെന്ന് തീരുമാനിച്ചു. അക്കാലത്ത് അവിടെ ഉണ്ടായിരുന്ന മൂത്തോറൻ ചന്ദൻ എന്നൊരു പ്രമാണിക്ക് സ്വന്തമായിട്ട് ധാരാളം പനകളുണ്ടായിരുന്നു. മൂത്ത പനകളിലെ പനങ്കുല ചെത്തി കള്ളെടുത്ത് വിറ്റാണ് അയാൾ കഴിഞ്ഞിരുന്നത്. ഒരിക്കൽ അവിടെ നിന്ന് പനങ്കള്ള് കുടിച്ച കുട്ടി പിന്നീട് അതൊരു പതിവാക്കി മാറ്റി. തൻ്റെ കള്ളാരോ മോഷ്ടിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ മൂത്തോറൻ ചന്ദൻ കള്ളനെ പിടിക്കാൻ വേണ്ടി പനച്ചുവട്ടിൽ കാവലിരിക്കാൻ തുടങ്ങി. ഒരു ദിവസം അങ്ങനെ കാവലിരുന്നപ്പോൾ പാതിരാത്രിയായപ്പോൾ കുട്ടി പതിവ് പോലെ പനങ്കള്ള് കുടിക്കാൻ വേണ്ടി പനയിൽ കയറി. മൂത്തോറൻ തൻ്റെ വില്ല് കുലച്ച് ആ കുട്ടിയുടെ നേരെ അമ്പെയ്തു. ജ്ഞാനദൃഷ്ടി കൊണ്ടിത് മനസ്സിലാക്കിയ ആ കുട്ടി മൂത്തോറനെ ഒന്ന് തറപ്പിച്ചു നോക്കി. അതോടെ മൂത്തോറൻ ബോധം നഷ്ടപ്പെട്ട് നിലത്ത് ഒരു കല്ല് പോലെ വീണു. ചന്ദനെ കാണാതെ ചന്ദൻ്റെ ഭാര്യ അന്വേഷിച്ചു വന്നപ്പോൾ ബോധമില്ലാതെ കല്ലായിട്ട് കിടക്കുന്ന ചന്ദനെയാണ് കണ്ടത്. പനയുടെ മുകളിലാണെങ്കിൽ വയസ്സായ ഒരാളിരിക്കുന്നതും കണ്ടു. മുത്തപ്പ എന്ന് വിളിച്ച് കരഞ്ഞ ചന്ദൻ്റെ ഭാര്യ എങ്ങനെയെങ്കിലും തൻ്റെ ഭർത്താവിൻ്റെ ജീവൻ തിരിച്ചു നൽകണമെന്ന് ആ വയസ്സായ ആളോട് കരഞ്ഞ് അപേക്ഷിച്ചു. അവൾ വേവിച്ച കടലയും തേങ്ങാപ്പൂളുമൊക്കെ മുത്തപ്പന് നൽകാമെന്ന് പറഞ്ഞു. മുത്തപ്പൻ ചന്ദൻ്റെ ജീവൻ തിരിച്ചു നൽകി. ചന്ദൻ്റെ ആഗ്രഹപ്രകാരം മുത്തപ്പൻ കുറേ കാലം അവിടെ താമസിച്ചു. കുറേ കാലങ്ങൾക്ക് ശേഷം മുത്തപ്പൻ സൗകര്യപ്രദമായ മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറാൻ തീരുമാനിച്ചു. തൻ്റെ പ്രധാന ആയുധമായ അമ്പും വില്ലും കൊണ്ട് കുന്നത്തൂരിൽ നിന്ന് അദ്ദേഹം അമ്പെയ്തു. ഇപ്പോൾ പറശ്ശിനിക്കടവ് അമ്പലമിരിക്കുന്ന സ്ഥലത്താണ്
ആ അമ്പ് ചെന്ന് പതിച്ചത്. പറച്ചിങ്ങ എന്ന പേരുള്ള ഒരു തരം മുള്ളുള്ള ചെടി ധാരാളമായി വളരുന്ന സ്ഥലമായതുകൊണ്ടാണ് ആ സ്ഥലത്തിന് പറശ്ശിനിക്കടവ് എന്ന പേര് വന്നത്. അവിടെ രാത്രി മീൻ പിടിച്ചുകൊണ്ടിരുന്ന ഒരു വണ്ണാൻ ഒരു മരത്തിൽ തറച്ച ഒരു അമ്പ് കാണുകയും അതിലൊരു പ്രകാശം തെളിഞ്ഞു കാണുകയും ചെയ്തു. അയാളത് ആ പ്രദേശത്തെ നാടുവാഴിയെ അറിയിച്ചു. നാടുവാഴി അവിടെ എത്തി പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ അവിടെ മുത്തപ്പൻ്റെ സാന്നിധ്യം തെളിയുകയും അവിടെ ഒരു ക്ഷേത്രം വേണമെന്ന ആവശ്യം ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെയാണ് പറശ്ശിനിക്കടവ് അമ്പലം ഉണ്ടായത്. മുത്തപ്പൻ എഴുതതായിട്ട് പറയുന്ന ആ അമ്പ് ഇന്നും അമ്പലത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. മുത്തപ്പൻ എല്ലായ്പ്പോഴും തൻ്റെ വേട്ടനായ്ക്കളോട് കൂടിയാണ് സഞ്ചരിക്കുക. അതുകൊണ്ട് തന്നെ പറശ്ശിനിക്കടവ് അമ്പലത്തിൽ നായ്ക്കൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. നായവാഹനമായ ഭൈരവമൂർത്തിയായും മുത്തപ്പനെ ആരാധിക്കുന്നുണ്ട്. ശിവൻ്റെയും വിഷ്ണുവിൻ്റെയും ഒരു അവതാരമായും ഒരു സങ്കല്പമുണ്ട്. പരബ്രഹ്മസ്വരൂപമായ ഭഗവാന്റെ ചന്ദ്രക്കലയുടെ രൂപമുള്ള കിരീടം വെച്ച പരമശിവനായും മത്സ്യരൂപമുള്ള കിരീടം വെച്ച മഹാവിഷ്ണുവായും ഇവിടെ മുത്തപ്പനെ ആരാധിക്കുന്നുണ്ട്. ഇതിനെ സൂചിപ്പിക്കുന്ന രണ്ട് തെയ്യങ്ങളായ വെള്ളാട്ടവും തിരുവപ്പനയും ഇവിടെ കെട്ടിയാടുന്നുണ്ട്. ഈ രണ്ട് തെയ്യവും ഇവിടുത്തെ പ്രധാന വഴിപാടാണ്. ജാതി മതഭേദമന്യേ എല്ലാ ആളുകളും ആരാധിക്കുന്ന ഒരു അമ്പലമാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അമ്പലം. മടപ്പുര എന്നും ഈ അമ്പലത്തെ വിളിക്കാറുണ്ട്. ഈ ഐതിഹ്യ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? മറ്റൊരു കഥയുമായി കഥമുത്തശ്ശി വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ.